മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് ആരംഭിച്ച് പകുതിയൊക്കെ ആയതിനു ശേഷം ഡ്രോപ്പായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പേരുകൾ പറഞ്ഞ ശേഷം, അതായത് ഇനിഷ്യൽ പൂജ ചെയ്തതിന് ശേഷം സ്റ്റോപ്പായി പോയിട്ടുണ്ട്. അതിന് വ്യക്തമായ പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഈ പകുതി വെച്ച് നിർത്തുകയെന്ന് ഹെവി ബഡ്ജറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളായിരിക്കും. അങ്ങനെ ഒരുപാട് സിനിമകൾ സംഭവിക്കാതെ പോയിട്ടുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഒരു വിഷമിപ്പിച്ച ഒരു സിനിമയുണ്ട്. അതായത് ആ ഒരു സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചതിന് അങ്ങനെ ഒരു സിനിമയുണ്ട്. അതൊരു മോഹൻലാൽ സിനിമ കൂടിയാണ്. എന്നാൽ മോഹൻലാൽ മാത്രമല്ല ആ ഒരു സിനിമയിലെ അഭിനേതാവ് എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാം ഇഷ്ടതാരം കൂടിയുണ്ട്. അതായത് ഒരു ഹോളിവുഡ് താരം കൂടി ആ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വർഷം 2008. 2008 ഈ ഒരു സിനിമയെപ്പറ്റി ചർച്ചകൾ ആരംഭിച്ചത്. അതായത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അന്ന് +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ നാനയിലാണ് ഇങ്ങനൊരു സിനിമ സംഭവിക്കാമെന്ന് പറഞ്ഞ് ഒരു മോഹൻലാലിൻ്റെ വലിയൊരു സിനിമ വരുന്നു എന്ന് പറയുന്നത്. ആ ഒരു സിനിമ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടമുണ്ടല്ലോ, അത് സ്വാതന്ത്ര്യ സമരത്തെ ബേസ് ചെയ്താണ് ഈ ഒരു സിനിമ വന്നത്. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെയാണ്. മോഹൻലാലാണ് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അയ്യപ്പൻ പിള്ള മാധവൻ നായർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചെയ്യാൻ പോകുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് ജപ്പാനിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് അവിടെ നിന്നുകൊണ്ട്, ജപ്പാനിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ഭരണത്തെ എതിർത്ത് ഭയങ്കര രൂക്ഷമായിട്ട്, അതായത് റെബലിയൻ മോഡലിലാണ് ചെയ്യുന്നത്. ഈ അയ്യപ്പൻ പിള്ള മാധവൻ നായർ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം മാർഷൽ ആർട്സൊക്കെ കൈവശമുള്ളതാണ്. അയാൾ അവിടെ ജപ്പാനിൽ അറിയപ്പെടുന്നത് നായർ സാൻ എന്നാണ്. അയ്യപ്പൻ പിള്ള മാധവൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി ജപ്പാനിൽ അറിയപ്പെടുന്നത് നായർ സാൻ എന്ന് പറഞ്ഞാണ്. അപ്പം അങ്ങനെ തൻ്റെ കീഴിൽ ഇതുപോലെ വലിയൊരു ഗ്യാങ്ങിനെ രൂപീകരിച്ച് അങ്ങനെ അയാളുടെ സ്വാതന്ത്ര്യ സമരം മറ്റൊരു തലത്തിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പം അയ്യപ്പൻ നായർ അഥവാ നായർ സാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെയായിരുന്നു മോഹൻലാൽ അവതരിപ്പിക്കേണ്ടിയിരുന്നത്. ഈ മോഹൻലാലിന് കൂടെയുള്ള സൂപ്പർ ഹോളിവുഡ് ആക്ടർ എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ജാക്കി ചാൻ തന്നെയായിരുന്നു. അതെ, ജാക്കി ചാൻ മോഹൻലാൽ കോംബോയിലാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. ഈ സിനിമ പുൾ ഓവർ ചെയ്യാൻ പോയിരുന്നത് ആൽബർട്ട് ആൻ്റണി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ തരംഗമായിരുന്ന ന്യൂസായിരുന്നു. എനിക്കൊന്ന് 2008, 2009 കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഫേസ്ബുക്ക്, യൂട്യൂബ് അന്ന് സെൻസേഷൻ ആകാത്ത കാലഘട്ടമാണ്. എങ്കിൽ കൂടിയും ഈ പറഞ്ഞ നാനയിലും അതുപോലെ മാഗസീനിലും ഇത് പല വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നായർ സാൻ എന്ന് പറഞ്ഞ ടൈറ്റിലാണ് സിനിമ വരാൻ പോകുന്നതെന്നാണ് അന്ന് വാർത്തകൾ വന്നത്. അതിൽ മോഹൻലാലിൻ്റെ നായർ സാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ മാർഷൽ ആർട്സ് അറിയാവുന്ന ഒരു വ്യക്തി വരുന്നു. ആ കഥാപാത്രമായിട്ടാണ് ജാക്കി ചാൻ വരുന്നത്. അങ്ങനെ ഈ ഒരു കോംബോ, മോഹൻലാൽ ജാക്കി ചാൻ കോംബോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമാണ് അങ്ങനെ ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സിനിമ വരട്ടെ എന്ന് വിചാരിച്ചു. അതിന് 2008 തൊട്ട് 2010 വരെ അത് വാർത്തകൾ നിറഞ്ഞു നിന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും, ഉടൻ തന്നെ 2015 റിലീസാകും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നീട് അതിനൊരു വാർത്ത ഉണ്ടല്ലോ, അത് അങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നതിനെ പറ്റി എൻ്റെ ഡയറക്ടർ പോലും പിന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഹെവി ബഡ്ജറ്റ് കാരണമായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ പുൾ ഓവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഹെവി ബഡ്ജറ്റ് കാരണം കൊണ്ടായിരിക്കും സിനിമ ഉപേക്ഷിക്കപ്പെട്ടു പോയത്. പിന്നീട് കേട്ടത് എപ്പോഴോ ചെറിയൊരു വൺ ലൈനായിട്ട് കേട്ടു, ആ ഒരു സിനിമ വീണ്ടും വരാൻ പോകുന്നു, അമൽ നീരതായിരിക്കും ആ ഒരു സിനിമ പുൾ ഓവർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് വാർത്തകളൊന്നുമില്ല. എപ്പോഴൊക്കെയോ വാർത്തകൾ വന്ന് മിന്നായും പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോലെ ഒരു പോസ്റ്റർ പോലെ ഇറങ്ങിയിട്ടായിരുന്നു. ആ ഒരു ലാലേട്ടൻ്റെ ലുക്ക് എന്ന് പറയുന്ന ഒരു മോങ്ക് പോലെ നിൽക്കുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച സിനിമയും അതുപോലെ സിനിമ, ഈ രണ്ട് സൂപ്പർ സ്റ്റാർസ് ഒന്നിക്കുന്ന ഒരു സിനിമ ഉണ്ടാകട്ടെ. ഇനി ഉണ്ടാകുമോ എന്നറിയത്തില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയ്ക്ക് ഉതകുന്ന ഒരു സിനിമയായിരുന്നു നായർ സാൻ എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അന്നും അത് സംഭവിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയുടെ തലവര തന്നെ നേരത്തെ മാറിപ്പോയേനും. അപ്പോൾ എന്താണ് ഈ ഒരു നായർ സാൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഈ ഒരു സിനിമ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു സിനിമ സംഭവിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.